ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട GK ക്വസ്റ്റ്യനും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ശൃംഗാരഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ശൃംഗാരഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ദാദാസാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് 1969. ദാദാസാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1969. വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവാണ് ജി ശങ്കരക്കുറുപ്പ്. വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്. കർണാടക സംഗീതത്തിൻ്റെ പിതാവാണ് പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിൻ്റെ പിതാവാണ് പുരന്ദരദാസൻ. ശൃംഗാരഭാവത്തിന് ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ദാദാസാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയത് 1969. വിശ്വദർശനം എന്ന കൃതിയുടെ കർത്താവാണ് ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസൻ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ കുമാരനാശാൻ. ആശയഗംഭീരൻ എന്ന് അറിയപ്പെടുന്നത് കുമാരനാശാനെയാണ്. ഗളിവേഴ്സ് ട്രാവൽസ് എന്ന കൃതി രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ്. ഗളിവേഴ്സ് ട്രാവൽസ് ജോനാഥൻ സ്വിഫ്റ്റ്. ആശയഗംഭീരൻ കുമാരനാശാൻ. ഗളിവേഴ്സ് ട്രാവൽസ് ജോനാഥൻ സ്വിഫ്റ്റ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് PJ ആൻ്റണി. PSC നിരവധി തവണ ചോദിച്ച് തഴമ്പിച്ച ഒരു ചോദ്യമാണ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് PJ ആൻ്റണി. PJ ആൻ്റണിയാണ്. അടുത്തത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ്? വള്ളത്തോളിൻ്റെ കൃതിയാണ് ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നുള്ളത്. ബന്ധനസ്ഥനായ അനിരുദ്ധൻ. ബന്ധനസ്ഥനായ അനിരുദ്ധൻ ആരുടെ കൃതിയാണ്? വള്ളത്തോളിൻ്റെ കൃതിയാണ് ബന്ധനസ്ഥനായ അനിരുദ്ധൻ. വള്ളത്തോൾ. നാട്യശാസ്ത്രത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 1000 നാട്യശാസ്ത്രത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം 1000. ഗളിവേഴ്സ് ട്രാവൽസ് എന്ന കൃതി ജോനാഥൻ സ്വിഫ്റ്റ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി PJ ആൻ്റണി. ബന്ധനസ്ഥനായ അനിരുദ്ധൻ. വള്ളത്തോൾ. ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് വള്ളത്തോളിൻ്റെ കൃതി. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോയാണ് ഉദയ സ്റ്റുഡിയോ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോയാണ് ഉദയ സ്റ്റുഡിയോ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. അപ്പുക്കിളി എന്ന കഥാപാത്രം ഖസാക്കിൻ്റെ ഇതിഹാസം. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളിനെയാണ്. O. ഹെൻറി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയത് വില്യം ഡിസ്നി പോർട്ടലാണ്. ആദ്യമായി ഇന്ത്യയിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് മദർ ഇന്ത്യ.